കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ ജീവിതയാത്രയിലൂടെ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സുരേഷ് പെരിനാട്. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്ന ജീവിതയാത്രയിലൂടെ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് പെരിനാട്. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് എന്ന് പറയുന്നത് പനയം ആലമൂട് സ്വദേശിയായിട്ടുള്ള മഹേഷാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതയാത്രയാണ് ഇന്ന് പ്രിയ ശ്രോതാക്കളുടെ മുന്നിൽ എത്തിക്കുന്നത്. അപ്പോൾ ഏതായാലും ജീവിതയാത്രയിലേക്ക് അദ്ദേഹത്തിന്റെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഹായ്, നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? ജീവിതമൊക്കെ സാധാരണ മനുഷ്യരുടെ ജീവിതം പോലെ തന്നെ സുഖവും ദുഃഖവുമായിട്ട് കടന്നു പോകുന്നു. ഈ പ്രോഗ്രാമിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ജീവിതയാത്ര എന്ന് ഉള്ളതിലെ ഒരു യാത്രക്കാരനായിട്ട് നമ്മളും യാത്ര ചെയ്യുന്നു. അതിന്റെ എല്ലാ സുഖവും ദുഃഖവും അതിന്റെ എല്ലാ തലോടലും ഒക്കെ ആയിട്ട് സമൂഹത്തിന്റെ ഒരു കാഴ്ചക്കാരനും ഒരു അനുഭവങ്ങളുമായി നമുക്ക് ഈ യാത്രയിൽ നമ്മളും ഒരു യാത്രക്കാരനായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. ജീവിതം എന്ന് പറയുമ്പോഴേ നമുക്കറിയാം ഒരുപാട് സുഖവും ദുഃഖവും അല്ലെ ഒക്കെ താണ്ടി വേണം നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ആ പരിസമാപ്തിയിൽ എത്തിത്തരാനായിട്ട്. അപ്പൊ ഇതിലുണ്ടാകുന്ന കുറച്ച് നിമിഷങ്ങൾ അത് ദൈവം തരുന്ന ഒരു ദാനം പോലെ നമ്മൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കാം അല്ലേ? അതെ, സ്വീകരിക്കണം. ദൈവം തരുന്ന ജീവിതത്തിൽ നമ്മൾ നമ്മുടെ ഒരു ചില വേഷങ്ങളുണ്ട്. അതെ അതെ. അതിൽ കഴിയുന്നതും കളങ്കം കൊണ്ടുവരാതെ ഒരു സാധാരണ മനുഷ്യനെ പോലെ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ നമ്മൾ വലിയ പേരും പ്രശസ്തി ഉണ്ടായില്ലെങ്കിലും ജീവിതത്തിൽ മറ്റൊരാളെ വേദനിപ്പിക്കാതെ എങ്ങനെ കടന്നു പോവാം എന്നുള്ളതായിരിക്കും ഓരോ മനുഷ്യനും ചെയ്യാവുന്ന നല്ല പ്രവൃത്തി. അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് നല്ലൊരു കാര്യം തന്നെയാണത്. ഓക്കെ ഓക്കെ. അപ്പം അതുപോലെ തന്നെ നമ്മുടെ ഓരോ മനുഷ്യരുടെ ജീവിതത്തിലും പ്രധാനപ്പെട്ട കുറച്ച് മുഹൂർത്തങ്ങളുണ്ടല്ലേ? നമ്മുടെ കുട്ടിക്കാലം, നമ്മുടെ സ്കൂൾ ജീവിതം, അവിടത്തേക്കാണ് ഓരോ മനുഷ്യന്റെയും മുന്നോട്ടുള്ള ഒരു യാത്രയുടെ തുടക്കം. ജീവിതം എന്താണെന്ന് പഠിച്ചു തുടങ്ങുന്ന സമയമാണ് നമ്മുടെ സ്കൂൾ ജീവിതം തൊട്ടങ്ങോട്ടുള്ളത്. അപ്പൊ അതൊക്കെ എങ്ങനെയായിരുന്നു? സ്കൂൾ ജീവിതമാണ് ഒരു മനുഷ്യന്റെ യാത്രയുടെ തുടക്കം, അല്ലെ ജീവിതത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സ്കൂൾ ജീവിതമാണ്. പിന്നീട് നമ്മൾ അന്നേരം അതിന്റെ സുഖം ഒരുപക്ഷെ അതിന്റെ അനുഭവങ്ങൾ നമുക്ക് ഒരുപക്ഷെ കുറച്ചൊക്കെ അനുഭവിക്കാൻ പറ്റും. പിന്നീട് നമ്മൾ അത് കഴിയുമ്പോഴാണ് അത് ഇത്ര മഹത്തരമായിരുന്നു എന്നുള്ളത് ചിന്തിക്കുന്നത്. ആദ്യം സ്കൂൾ ജീവിതം എന്ന് പറയുന്നത് ഒരു ക്ഷേത്രത്തിലേക്ക് നമ്മൾ കയറി ചെല്ലുന്നത് പോലെയാണ്. അക്ഷരങ്ങളുടെ ഒരു ലോകം, അനുഭവങ്ങളുടെ ലോകം, സുഹൃത്തുക്കളുടെ ലോകം, നല്ല അധ്യാപകരുടെ ഒരു ലോകം. പഠിച്ചു തുടങ്ങുന്നത് യഥാർത്ഥത്തിൽ ഒരു കുട്ടിയുടെ ഒരു പക്ഷി ആകാശത്തേക്ക് അതിന്റെ പ്രായപൂർത്തിയായി കഴിഞ്ഞ് ചിറക് വെച്ച് പറക്കുന്നത് പോലെയാണ് സ്കൂൾ ജീവിതം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നത് ഓരോ കുട്ടികളുടെയും ഓരോരുത്തർ വലിയ വലിയ ഉയരങ്ങളിൽ എത്തിയാലും അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ തന്നെ സാധാരണ ജീവിതത്തിലേക്ക് നയിച്ചാൽ തന്നെയും ഓർത്തു വയ്ക്കേണ്ട പല കാര്യങ്ങളും നമ്മൾ സ്കൂൾ ജീവിതം തന്നെയാണ്. അതെ, തീർച്ചയായിട്ടും. സ്കൂൾ ജീവിതം ഞാൻ LPS UPS എന്ന് പറയുന്നത് തൊട്ടടുത്ത് തന്നെയുള്ള കണ്ടത്തറ സ്കൂളിലായിരുന്നു. ഒരു സാധാരണ രീതിയിലുള്ള പഠനങ്ങൾ ഉണ്ടായിരുന്നു. സാഹചര്യങ്ങൾക്ക് അതനുസരിച്ച് നമ്മൾ പഠിച്ച് പിന്നെ അത് കഴിഞ്ഞ് ഹൈസ്കൂൾ വിദ്യാഭ്യാസം ചാത്തനാംകുളം സ്കൂളിലായിരുന്നു. അവിടുത്തെ സ്കൂൾ അനുഭവം എന്ന് പറയുന്നത് അവിടെ നമുക്ക് കുറച്ച് നല്ല സുഹൃത്തുക്കള്, നല്ല അധ്യാപകര്, പിന്നെ അവിടുത്തെ സ്കൂളിലേക്കുള്ള യാത്ര തന്നെ ഒരു വലിയ ഒരു ഓർമ്മയാണ്. ഇന്നത്തെ കണക്ക് വലിയ ബസ് സൗകര്യങ്ങൾ വലുതായിട്ടൊന്നും ഇല്ലായിരുന്നു. അത് നമ്മളത്രയും നമുക്ക് അതിനുള്ള പൈസ ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയൊക്കെ പോയി എടുക്കുക വണ്ടിക്കൂലിക്കൊക്കെ വീട്ടുകളിൽ നിന്നൊക്കെ മേടിക്കുന്നു. അപ്പൊ കൂട്ടുകാരും എല്ലാവരുമായിട്ട് യാത്ര ചെയ്ത് പോവുക, മഴയായാലും വെയിലായാലും നമ്മളിങ്ങനെ കടന്നു പോകുന്നത് ഒരു രസമാണ്. മറ്റു കാര്യങ്ങളും ഒരു നിഷ്കളങ്ക രീതികളും കാര്യം മറ്റ് ജീവിതത്തിലെ വലിയ കൈപ്പേറുന്നതായ അനുഭവങ്ങളൊന്നും അന്ന് തലയ്ക്കുള്ളിൽ നമ്മൾ അല്ലെങ്കിൽ ജീവിതത്തെക്കുറിച്ച് വലിയ ഇതൊന്നുമില്ല. നമ്മളിങ്ങനെ കടന്നു പോകുന്നത് പഠിച്ച് വലിയ ആളാവുമെന്നുള്ള ഒന്നുമല്ല. അവിടെ പഠിക്കുക, പോവുക, പിന്നെ മറ്റ് ചെറിയ ചെറിയ കുസൃതികൾ ഒപ്പിക്കുക, ഇതൊക്കെ തന്നെ ആയിരുന്നു.
അതെ അതെ അതെ. പിന്നെ കുറച്ച് നമ്മുടെയൊക്കെ ചില കഴിവുകളും ഒക്കെ നമുക്കിപ്പോൾ പാടാനായാലും അല്ലെന്നുണ്ടെങ്കിൽ ചിത്രരചനയായാലും ഒക്കെ ഉള്ളത് നമുക്ക് സ്കൂളുകളിൽ നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്നും പിന്നെ അധ്യാപകരിൽ നിന്നും നമുക്ക് നല്ല പ്രോത്സാഹനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് ഈ നാടകം എന്ന് പറയുന്നൊരു കലാരൂപം സ്കൂളിൽ ചെന്നപ്പം കുറെ നാടകാനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങള് അന്നേ വരെ ഈ നാടകം നമ്മള് ഉത്സവപ്പറമ്പിലും അല്ലാതെയൊക്കെ കാണുന്നെങ്കിലും അഭിനയിക്കാനുള്ള ഒരു താല്പര്യമൊക്കെ ഉണ്ടാവുന്നത്. അങ്ങനെ അവിടെ ചെന്നപ്പം കുറെ നമ്മളെക്കാട്ടും മുതിർന്ന നമ്മുടെ സഹപാഠികളും ഒക്കെ നാടകമൊക്കെ അഭിനയിക്കണമെന്ന് പറയുമ്പം അതിൽ കയറി അഭിനയിക്കുക. പിന്നീട് ആദ്യമൊക്കെ കുറെ രസകരമായ പല സംഭവങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കൂടി ഈ നാടകത്തെ വളരെ സീരിയസ് ആയി എടുത്തുകൊണ്ട് ഒരു നാടകം ഞങ്ങൾ ചെയ്ത് അതിന് ഫസ്റ്റ് കിട്ടി. ഞങ്ങള് ജില്ലാതലത്തിലൊക്കെ ആ നാടകമൊക്കെ അവതരിപ്പിച്ചായിരുന്നു. വളരെ നല്ല അഭിപ്രായം കിട്ടിയായിരുന്നു. ആ ഒരു ടച്ച് പിന്നീട് ജീവിതത്തിൽ ഇപ്പോഴും നാടകം എന്ന് പറയുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് എല്ലാ നാടകങ്ങളും പ്രൊഫഷണൽ നാടകങ്ങളായാലും അമച്ചർ നാടകങ്ങളായാലും ഒരു താല്പര്യമുണ്ട്. നാടകത്തിൽ ഞാനും ഇപ്പം ഈ നാടകം എന്ന് പറയുന്ന കേരളത്തിലെ ഈ നാടക സംഘടനയിൽ പ്രവർത്തിക്കുകയാണ്. പിന്നെ നല്ല നല്ല നാടക അഭിനേതാക്കളുമായിട്ട് നല്ല സൗഹൃദങ്ങൾ ഇപ്പോഴും ഉണ്ട്. സ്കൂളിൽ പഠിച്ച സമയത്ത് ഉണ്ടായിരുന്ന അതേ സൗഹൃദങ്ങൾ ഇപ്പോഴും ഉണ്ട്. അപ്പം സ്കൂൾ ജീവിതം വളരെ ഓർത്തു കഴിഞ്ഞാൽ വളരെ നല്ല യഥാർത്ഥ ജീവിതത്തിൽ ഇപ്പോഴും നമ്മളെ മുന്നോട്ട് നയിക്കുന്ന അങ്ങനെയുള്ള കുറെ നല്ല അനുഭവങ്ങളാണ്. എനിക്ക് തോന്നുന്നു സ്കൂൾ ജീവിതത്തിന്റെ കണക്കുള്ളൊരു ഒരു സന്തോഷവും എന്തിലും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? കാര്യം ഈ പറഞ്ഞ കണക്ക് അന്ന് വണ്ടിയൊന്നും ഇല്ലായിരുന്നു പറഞ്ഞു. വണ്ടിയൊന്നും ഇല്ല, നമ്മൾ നടന്ന് വേണം സ്കൂളിൽ പോയി. പക്ഷെ അതൊരു ഭാരമായിരുന്നില്ല. അത് നമുക്ക് പിറ്റേ ദിവസം നമ്മൾ വീട്ടിൽ വന്ന് കിടന്ന് പറഞ്ഞ് രാവിലെ നേരം വെളുത്തോടെ സ്കൂളിൽ പോകണമെന്നുള്ള ചിന്ത മാത്രമല്ല. കാര്യം എന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു സ്കൂൾ ജീവിതം നമുക്ക് ഫുൾ ഒരു സന്തോഷകരമായ നിമിഷങ്ങളാണ്. പിള്ളേരുടെ നടന്നു പോയി അതും കുറെ കുസൃതികൾ ചെയ്തു പോകാം. പക്ഷെ ഇന്നത്തെ സ്കൂൾ ജീവിതത്തിന് അങ്ങനൊരു സൗകര്യം കിട്ടുന്നില്ല എന്നുള്ളതാണ്, അല്ലേ? ഇന്നത്തെ സ്കൂൾ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ കുറച്ച് ഓവറായി പോവുമോ എന്നുള്ള ഒരു ഭയം നമ്മളിലുണ്ട്. കാരണം അന്ന് സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് ഒരുപാട് വസ്ത്രങ്ങളൊന്നും മാറിയിടാനൊന്നും പല കുട്ടികൾക്കും ഇല്ലായിരുന്നു. പ്രത്യേകിച്ച് സാധാരണ ഒരു മാനേജ്മെന്റ് സ്കൂളിലായാലും അല്ലെന്നുണ്ടെങ്കിൽ സർക്കാർ സ്കൂളുകളിലായാലും ഒന്നും ഈ പഠിക്കുന്ന സാധാരണ തൊഴിലാളികളായിട്ടുള്ള ആളുകളുടെ കുട്ടികൾക്കൊക്കെ എന്ന് പറയുന്നത് വളരെ അപൂർവമാത്രങ്ങളേ ഉള്ളൂ. കൂടുതൽ വസ്ത്രങ്ങളൊക്കെ മാറി അങ്ങനെ എടുക്കുക. പ്രത്യേകിച്ച് യൂണിഫോം ഒന്നും അങ്ങനെ ഇല്ലായിരുന്ന കാലമാണ്. ഒരു വർഷം തന്നെ 2 ജോഡി ഡ്രസ്സ് മാത്രം ഇട്ടുണ്ട് പോയ ഒരുപാട് പേര് ഉണ്ട്, ഒരുപാട് കുട്ടികളുണ്ട്. പക്ഷെ അതൊന്നും അവർക്ക് ഒരു പോരായ്മയായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ അന്നത്തെ എന്നാലും അച്ഛനും അമ്മയും ഒക്കെ അവരുടെ കഷ്ടപ്പാട് കൊണ്ട് അത്രയൊക്കെ ഒപ്പിച്ച് എന്നുള്ള ഒരു സന്തോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാര്യം അവരെ നന്നായിട്ട് നോക്കുക, അവർക്ക് കഴിയുന്നതും അവരുടെ മറ്റ് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മാത്രം അച്ഛനും അമ്മയും നോക്കി പിന്നെ അവർക്ക് കഴിയുന്ന രീതി അവരെ പഠിപ്പിക്കാനും ഒക്കെ എല്ലാ രക്ഷകർത്താക്കളും അന്നത്തെ നല്ല രീതിയിൽ ശ്രമിച്ചിരുന്നു. പക്ഷെ ഇന്ന് എന്ന് പറയുന്നത് ഇപ്പം കൂടുതൽ ടെക്നോളജികളൊക്കെ കടന്നു വരുന്നത് എനിക്ക് തോന്നുന്നത് കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് ഉയർച്ച ഉണ്ടാവാൻ ഉള്ള കാര്യങ്ങളുണ്ടെങ്കിലും പലപ്പോഴും അത് പല രീതിയിലും ചൂഷണം ചെയ്യപ്പെടുന്നു. അത് വിദ്യാഭ്യാസത്തിന് അല്ലെങ്കിൽ കുട്ടികളുടെ മാനസികാവസ്ഥയെ ഒരുപാട് ബാധിക്കുന്നുണ്ടല്ലേ? ഇതിപ്പം ഈ സാങ്കേതിക വിദ്യയോട് ജീവിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം കുട്ടികളുടെ ചില ആവശ്യങ്ങൾ രക്ഷകർത്താക്കൾക്ക് അത് നടത്തി കൊടുത്തേ പറ്റത്തുള്ളൂ. പക്ഷെ അവർ അനുഭവിക്കുന്ന ചില മാനസിക സംഘർഷങ്ങൾ ഭയങ്കര പ്രശ്നങ്ങളാണ്. പക്ഷെ അത് എന്തോ അത് ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നു. അതിന്റെ ഒരു പ്രശ്നങ്ങളെന്ന് വളരെ സമൂഹത്തിൽ കലുഷിതമായി കൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്ന് ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് ടെക്നോളജി വളരേണ്ട ഒരു കാര്യം തന്നെയുണ്ട്. കാര്യം ടെക്നോളജി വളരണം, അതിനനുസരിച്ച് മനുഷ്യന്റെ ജീവിത രീതി മാറണം, എല്ലാം മാറണം. പക്ഷെ എങ്കിൽ പോലും നമുക്ക് പലതും ഇങ്ങനെ ടെക്നോളജി കൂടിക്കൂടി വരുന്തോറും നമുക്ക് കുടുംബത്തിന്റെ ആ ഒരു സ്നേഹബന്ധം അല്ലെങ്കിൽ ആ ഒരു സൗഹൃദങ്ങൾ എല്ലാം ഒരു സൈഡിൽ കൂടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം, അല്ലെ? പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു ദിവസം ക്ലാസ്സിൽ ചെന്നില്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ സുഹൃത്തുക്കളുടെ വീട്ടിൽ പോയിട്ടോ അല്ലെങ്കിൽ അടുത്ത ദിവസം ക്ലാസ്സിൽ വന്നിട്ട് രാവിലെ പോയിട്ട് നോട്ട് മേടിച്ച് എഴുതുകയോ അങ്ങനെയൊക്കെ ചെയ്തൊരു പ്രക്രിയ ഉണ്ടായിരുന്നു. ഇന്നതല്ല. ഇന്ന് മൊബൈൽ വന്നപ്പോഴത്തേക്കിന് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് നോട്ട്സുകൾ കൈമാറാൻ പറ്റുന്നുണ്ട്, സംശയങ്ങൾ ചോദിക്കാൻ പറ്റുന്നുണ്ട്. അത്രയും ടെക്നോളജി വളർന്നു. അത്തരം ടെക്നോളജികൾ കൂടുതൽ ഇപ്പം ആ ഒരു രീതിയിൽ തന്നെയാണ്. ഇപ്പം ഓൺലൈൻ വിദ്യാഭ്യാസം തന്നെ അതിന് തന്നെ മുൻതൂക്കം കൊടുത്തുകൊണ്ട് തന്നെയാണ്
വിദ്യാഭ്യാസ രീതി അത്തരത്തിലൊന്ന് നമ്മള് അത്തരത്തിൽ മാത്രമേ നമുക്ക് വിദ്യാഭ്യാസം കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ എന്നുള്ളത് ഒരു കാഴ്ചപ്പാടിലേക്ക് പോയിരിക്കുകയാണ്. അതിനെ ഇനി തിരിച്ചു കൊണ്ടുവരാനൊന്നും നമുക്ക് പറ്റത്തില്ല. പിന്നെ അതുപോലെ തന്നെ അതുകൊണ്ട് അധ്യാപകർ അല്ലെ കുട്ടികൾ ആ ഒരു ബന്ധം കുറച്ച് മങ്ങലേറ്റിട്ടുണ്ട് എന്നുള്ളൊരു സംശയമുണ്ട്. കുട്ടികൾ കൂടുതലും ഈ ഓൺലൈൻ വിദ്യാഭ്യാസത്തിൽ ഒതുങ്ങുന്നതുകൊണ്ട് അവരുടെ തന്നെ ഏകാന്തതയിലേക്ക് വഴുതി മാറുന്നതായിട്ട് ഒരു തോന്നൽ എനിക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതിന് ദോഷങ്ങൾ വരുന്നു. പക്ഷെ വിദ്യാഭ്യാസം അവർക്ക് ആവശ്യമാണ്. പുതിയ സാങ്കേതികമായ എല്ലാ രീതികളും അവർ കൈവരിച്ചേ പറ്റത്തുള്ളൂ. ഇവിടുത്തെ തൊഴിൽ മേഖലകളിലേക്ക് അവർക്ക് കടന്നു ചെല്ലണമെന്നുണ്ടെങ്കിൽ അത് ആവശ്യമാണ്. പക്ഷെ എവിടൊക്കെ പിന്നെ ഈ ബന്ധങ്ങൾക്ക് പലപ്പോഴും ഈ മുറിവേൽക്കുന്നുണ്ട്. അത് സമൂഹത്തെ ബാധിക്കുന്നുണ്ട്. ആ ഒരു പ്രശ്നം കാരണമാണ് ഇപ്പോൾ തന്നെ ഈ ലഹരി മരുന്നിന്റെ ഉപയോഗങ്ങളൊക്കെ കടന്നു വരുന്നത്. അത്തരത്തിൽ ഒരു കടന്നുകയറ്റം കാരണം കൂടുതൽ കുട്ടികളും അധ്യാപകരും രക്ഷകർത്താക്കളുമായിട്ട് അവർക്ക് മാനസികമായി ചേരാൻ എന്തോ ചില തടസ്സങ്ങളുണ്ട്. ആ ഒരു ഇടവിലൂടെ പലരും ഈ കുട്ടികളെ ചൂഷണം ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര നഷ്ടമാണ് സമൂഹത്തിന് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ പഴയ വിദ്യാഭ്യാസ കാലഘട്ടത്തിലെന്ന് പറയുന്നത് പിന്നെ കുറച്ച് ഒരുപാട് അതുമായിട്ട് വ്യത്യാസം ഉണ്ടായിരുന്നു. കാര്യം ഇത്തരം ലഹരിപരമായ ഉപയോഗങ്ങളൊന്നും അന്ന് സ്കൂളുകളിൽ കണ്ടിട്ടുകൂടിയില്ല. അന്നൊക്കെന്ന് പറയാൻ ചെറിയ തെറ്റ് ആയാൽ പോലും അധ്യാപകർ ശിക്ഷിക്കുകയും അതിന് രക്ഷകർത്താക്കളോട് അത് വിളിച്ചു പറഞ്ഞ് അത് വളരെ ഗൗരവമായിട്ട് എടുക്കുകയും ചെയ്തായിരുന്നു. തീർച്ചയായും. തല്ലുന്ന അത് ചോദ്യം ചെയ്യുന്ന ഒരു അധ്യാപകനെ രക്ഷകർത്താവ് വന്ന് അവര് വഴക്ക് പറയുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നില്ല അന്ന്. ഈ തെറ്റെന്താണോ അതിനുള്ള ശിക്ഷ കൊടുക്കണം എന്നാണ് അധ്യാപകർ രക്ഷകർത്താവ് അന്ന് അധ്യാപകരോട് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് ആ ഗുണം അത് തൊഴില് കണ്ടെത്തുക എന്നുള്ളത് മാത്രമല്ല, ഒരു കുട്ടിയുടെ മാനസികാവസ്ഥയെ അത് സമൂഹത്തിന് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും. അതുകൊണ്ട് ഇന്നും അധ്യാപകനോട് പഴയകാല വിദ്യാർത്ഥിക്കുള്ള ഒരു സ്നേഹവും ബഹുമാനവും അത് അവർക്കും തിരിച്ച് കിട്ടിയിട്ടുണ്ട്. അത് സമൂഹത്തിലൊരു പരിധി വരെ ഗുണം ചെയ്തിട്ടേ ഉള്ളൂ. അതെ. ഈ അധ്യാപകനും ഒരു ശിക്ഷയും തമ്മിലുള്ള ഏറ്റവും വലിയ ബന്ധം എന്താണെന്ന് വെച്ചാൽ ഇത് തന്നെയാണ് കാര്യം. ഒരു അധ്യാപകനെ എന്ന് 2 അടി കൊള്ളുക, ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അധ്യാപകൻ നമ്മൾ കൂടുതൽ ബഹുമാനിക്കുന്ന ആ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അതാണ് അല്ലേ. നമ്മൾ പിറ്റേ ദിവസം നമുക്ക് പഠിച്ചുകൊണ്ട് ചെല്ലാനായിട്ടൊരു ഉത്സാഹം ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മൾ താമസിച്ചു കഴിഞ്ഞാൽ സാറടിക്കും എന്നുള്ള ഒരു ഫീലിംഗിലൂടെ തന്നെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടെ നേരത്തെ ചെല്ലുക. നമ്മുടെ ജീവിത രീതി തന്നെ മാറിപ്പോയിരുന്നു. അന്നും 10ാം ക്ലാസ് ഉണ്ട്, ഇന്നും 10ാം ക്ലാസ് ഉണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഇത് ഇങ്ങനെ വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിൽ വരുന്ന ആ ടെക്നോളജി വളർന്നപ്പോഴത്തേക്കിന് നമ്മുടെ വിദ്യാഭ്യാസ രീതികൾ തന്നെ മാറിപ്പോയെന്നുള്ളതാണ്. ടെക്നോളജി ഒരു പരിധിവരെ ഈ ബന്ധങ്ങൾക്ക് ടെക്നോളജി അതിന് കുറ്റം പറയല്ല. അതെ, തീർച്ചയായിട്ടും. അതിന് നമുക്ക് വേണ്ടുന്ന ഒരു ബോധവൽക്കരണ പരിപാടികളിൽ അത് നമുക്ക് പോരാ. ഈ ബോധവൽക്കരണ പരിപാടികൾ മാത്രം കടന്നില്ലെന്നതുകൊണ്ട് ഈ കുട്ടികൾക്ക് അവരുടെ ഈ മറ്റ് അഭിരുചികളുണ്ടല്ലോ അതായത് അവരുടെ ആവശ്യമില്ലാത്ത ചില ശീലങ്ങൾ, ഈ ലഹരി ഉപയോഗം തന്നെ, അത് ഈയൊരു ബോധവൽക്കരണ പരിപാടി കൊണ്ട് കുറെ ബോധവൽക്കരണ പരിപാടിയിലൂടെ ഇപ്പം നമ്മൾ കുറെ പോസ്റ്റർ അടിച്ചിറക്കുക, ഒരു ചെറിയ ക്യാമ്പയിൻ നടത്തുക, ഇതുകൊണ്ട് മാത്രം പോരാ. നമ്മൾ യഥാർത്ഥത്തിൽ വലിയൊരു കൂട്ടായ്മ ഉണ്ടായി തീർത്തു. നമുക്ക് കിട്ടുന്ന ഇടവേളകൾ അല്ലെന്നുണ്ടെങ്കിൽ സ്കൂളിൽ ഒരു 2 ദിവസമെങ്കിലും അതിനുവേണ്ടിയുള്ള ഒരു കൂട്ടായ്മ രക്ഷകർത്താക്കളുമായിട്ട് അധ്യാപകരുമായിട്ട് കുട്ടികളുമായിട്ടൊരു കൂട്ടായ്മ ഉണ്ടാക്കണം. വളരെ ബോധവൽക്കരണ പരിപാടി എന്ന് പറയുമ്പോൾ സാംസ്കാരികപരമായ പല പരിപാടികളും അവരിൽ നിന്ന് ഉണ്ടാക്കണം. അവരുടെ കഴിവുകൾ തെളിയിപ്പിക്കാനുള്ള ഒരു മാർഗം കണ്ടെത്തണം. അതല്ലാതെ ഒരു വേറെ എന്താണ് എന്ന് വെച്ചാൽ ടെക്നോളജി കൊണ്ട് തന്നെ നേരിടുക എന്നുള്ളതല്ല. കുറെയൊക്കെ ഇത് കൂട്ടായ്മയിലൂടെയും സാംസ്കാരികമായ ബോധവൽക്കരണങ്ങളിലൂടെയും മാത്രമേ കുട്ടികൾക്ക് ഇത്തരം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഇപ്പോഴത്തെ ഒരു തലമുറയിലെ കുട്ടികളൊക്കെ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നതാണ്. കാര്യം അവർക്ക് ഈ ഒരു നാടൻ ശൈലികളോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ മനസ്സിന്
ഒരുപാട് സന്തോഷം തരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ കണ്ടുപിടിച്ചെടുക്കാനോ അല്ലെങ്കിൽ അതിലൂടെ ഇറങ്ങിച്ചെല്ലാനോ ഒന്നും ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികൾക്കൊന്നും സാധിക്കുന്നില്ല. ഇത് ഉദാഹരണത്തിന് ഏറ്റവും ബെസ്റ്റ് ഉദാഹരണമാണ് നമ്മുടെ ഓണം എന്ന് പറയുന്ന ഒരു സംഭവം തന്നെ അല്ലെ, ആഘോഷം. ഓണം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ കുട്ടിക്കാലത്ത് എന്തൊരു ആഘോഷമാണ്, ഒരു ഭയങ്കര ഉത്സവം തന്നെയാണ് 10 ദിവസം. ഇന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. എങ്ങനെയായിരുന്നു ഓണമൊക്കെ, എങ്ങനെയായിരുന്നു കുട്ടിക്കാലത്തൊക്കെ അനുഭവങ്ങളൊക്കെ? ഓണം നമ്മുടെ സാംസ്കാരിക പൈതൃകത്തിന്റെ വലിയൊരു മഹത്തായ ഒരു തന്നെയായിരുന്നു ഓണം. അതെ, അന്ന് ഈ പറയുന്നെങ്കിലും മുമ്പേ പറഞ്ഞ കണക്ക് ഈ എല്ലാം പണത്തെ മാത്രം അധികരിച്ചുള്ള ഒരു സംഭവമായിരുന്നില്ല ഓണം. ഓണം എന്ന് പറയുന്നത് പിന്നെ അന്ന് കാർഷിക വിളകളുടെയും പിന്നെ ഈ മാനസികമായ ഉല്ലാസങ്ങളുടെയും ഒരു കലാപരമായ രീതികളുടെയും ഒരു ഉണർത്തായിരുന്നു ഓണം. പ്രത്യേകിച്ച് സാധാരണ മനുഷ്യര് ഈ 10 ദിവസം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ഗ്രാമീണ തലങ്ങളെ ഉണർത്തിക്കൊണ്ടുവരുന്നതൊരു പ്രകൃതി തന്നെ ഉണർന്ന് എണീക്കുന്ന സംഭവമായിരുന്നു ഓണം. ഈ പിന്നെ നാടൻ കലാരൂപം, പ്രത്യേകിച്ച് ഈ നമ്മുടെ നാടൻ പാട്ടൊക്കെ എന്ന് പറയുന്നത് അന്ന് ഓണത്തോട് അനുബന്ധിച്ചാണ് ഈ നാടൻ പാട്ടുകൾ ഉണ്ടാകുന്നത്. ഓണപ്പാട്ടുകൾ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ ചരിത്രങ്ങൾ പലപ്പോഴും ഇതെല്ലാം ഒന്ന് തിരിച്ചെടുക്കേണ്ടിയിരിക്കുന്നു. എവിടൊക്കെയോ നമ്മുടെ ഈ ഇത്തരം സാംസ്കാരികമായ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പല വിരുന്നുകൾ, ഉദാഹരണത്തിന് ഇപ്പൊ നമ്മളെ സീതകളി, നമ്മുടെ ഈ കൊല്ലം ജില്ലയിൽ തന്നെ ഉടലെടുത്തൊരു അത് ഈ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ നമ്മുടെ പെരുന്നാട് മണ്ണിൽ വീണ്ടും അത് ഉണ്ടായെങ്കിൽ തന്നെ ഇപ്പോഴും എന്തോ പലരും അതിനെ ഒഴിച്ചു നിർത്തിയാണെന്നുള്ളത് എനിക്ക് തോന്നി. സംഗീത അക്കാദമി വരെ അംഗീകരിച്ചിട്ട് ഉള്ള ഒരു കലാരൂപമാണ് അത്. വീണ്ടും നമുക്ക് നമ്മുടെ ക്ഷേത്രകലയായിട്ട് തന്നെ അത് കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. പക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഇപ്പോഴും അവരുടെയൊക്കെ കലാരൂപങ്ങൾ ഗ്രാമീണ തലങ്ങളിൽ ഉടലെടുത്ത, കർഷകരിൽ നിന്നും ഉടലെടുത്ത ആ ഗ്രാമീണ പരിപാടികൾ, ഈ നാടൻ പാട്ടായാലും അല്ലെന്നുണ്ടെങ്കിൽ ഈ സീതകളി ആയാലും ഇത്തരം കലാരൂപങ്ങൾ നമുക്ക് നമ്മുടെ നാട്ടിൽ ഒരുപാട് പരിപാടികൾ നമ്മുടെ ഈ ഓണമായിട്ട് നമുക്ക് ബന്ധപ്പെട്ടതുണ്ട്. അപ്പൊ ഈ കലാരൂപങ്ങളെല്ലാം നമുക്ക് നമ്മുടെ ആ തനിമ ചോരാതെ നിലനിർത്തേണ്ട ഒരു ആവശ്യമാണ്. പണ്ടത്തെ കാലത്ത് അതിനൊക്കെ വളരെ മുൻതൂക്കം ഉണ്ടായിരുന്നു. അന്ന് ഈ ഓരോ കലാരൂപങ്ങളുമായിട്ട് മനുഷ്യർ ഇങ്ങനെ ഓരോ വീടുകളിലും കയറിയിറങ്ങി അവിടുന്ന് ചെറിയ സംഭാവനകളും ഒക്കെ ആയിട്ട് അന്ന് ആളുകൾക്ക് ഇന്നത്തെ കണക്ക് ആളുകൾ മൊത്തം അങ്ങ് മൊബൈലിന്റെ മുമ്പിലും ടിവിയുടെ മുമ്പിലും ഇരിക്കുന്ന ഒരു പരിപാടിയില്ല. അന്ന് ഇത്തരം പരിപാടികളെ ആളുകൾ പ്രതീക്ഷിക്കും. ഞങ്ങളൊക്കെ അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ ഈ ഭാഗത്ത് തന്നെ 2-3 ക്ലബ്ബുകൾ അന്ന് രൂപം കൊണ്ടായിരുന്നു. ഇന്നതൊക്കെ വളരെ അപൂർവമായിട്ടേ പ്രവർത്തിക്കുന്നുള്ളൂ. ജാതിഭേദവും മതം അങ്ങനെ ഒരു വിദ്വേഷമില്ലാതെ കൊണ്ടാടുന്ന ഓണം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും. ഓണം ഇപ്പം കേരളത്തിന് പുറത്താണ്, പ്രവാസികളാണ് ഇപ്പം അടിപൊളിയായിട്ട് ഓണം ആഘോഷിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ അതിന്റെ കാര്യം അവര് തന്നെ അതിന്റെ വില മനസ്സിലാക്കുന്നത്. അവരുടെ നാട്ടിൽ ആഘോഷിക്കുന്ന ഈ ഒരു ആഘോഷം, അതിന്റെ ഒരു മേന്മ, അതിന്റെ ഒരു ഗുണമെന്ന് പറയുന്നത്, അതിന് ഇത്രയും നന്മയുണ്ടോ എന്നുള്ളത് അവരറിയുന്നത് അവര് പ്രവാസികളായപ്പോഴാണ്. അതുകൊണ്ടാണ് അവര് അതിനെ വീണ്ടെടുത്ത് അവര് വിദേശങ്ങളിൽ നിന്നും നമ്മുടെ പ്രവാസികൾ അത് ആഘോഷിക്കുന്നത്. അപ്പം നമ്മളതിന് കൊടുത്ത ആ ഒരു പിന്നെ സാംസ്കാരിക തനിമ, അത് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി. പക്ഷെ അത് നമ്മൾക്ക് ഇപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയാം. അപൂർവം മാത്രമേ ഉള്ളൂ ചില സ്ഥലങ്ങളിൽ ഇന്ന് ഓണം ആഘോഷിക്കുന്നത്. കഴിയുന്നതും ആളുകൾ വാഹനവും എടുത്ത് ബീച്ചിലോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റെവിടെങ്കിലും യാത്ര പോവുക, അങ്ങനെ ഒരു ഉല്ലാസങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ നാട്ടിലെ ഒരു കൂട്ടായ്മ അതിനില്ല, ഒന്നുമില്ല. ഓണം ഉണ്ടായിരുന്നത് ഒരു കൂട്ടായ്മയുടെ ഭാഗമായിരുന്നു. തീർച്ചയായിട്ടും ഇത്തരം കൂട്ടായ്മകളുടെ കുറവാണ് ഈ സമൂഹം ഇന്ന് നമ്മൾ പല ദൂഷ്യങ്ങളും നമ്മൾ യഥാർത്ഥത്തിൽ ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. ഈ കൂട്ടായ്മകൾ ഉണ്ടാവുമ്പം നമ്മളിൽ നിന്നും മറ്റ് ദുഷിച്ച ചില പ്രവണതകൾ ഇല്ലാതാവും. നമ്മുടെ കുട്ടികൾക്ക് അതില്ലാതാവും. അപ്പം നമുക്ക് ആവശ്യമില്ലാത്തതിനെ നമ്മൾ തഴഞ്ഞ് ആവശ്യമുള്ളത് എന്താണോ അത് നമ്മൾ തിരഞ്ഞെടുക്കുക, അത് ജീവിതത്തിലേക്ക് അത് സമൂഹത്തിന് ഗുണം ചെയ്യുകയും ചെയ്യും. അപ്പൊ ഓണം എന്ന് പറയുന്നത് തന്നെ ആ മഹത്തായ ആ കലാ സൃഷ്ടി
അല്ലെന്നുണ്ടെങ്കിൽ ആ ആഘോഷം, ആ ഉത്സവത്തെ നമ്മൾ യഥാർത്ഥത്തിൽ നമുക്ക് കൊണ്ടുവന്നത് നമ്മളൊരിക്കലും നശിപ്പിക്കാൻ പാടില്ല. തീർച്ചയായിട്ടും അത്തരം കലാരൂപങ്ങളെ നമ്മൾ തിരിച്ചു കൊണ്ടുവരണം, സമൂഹത്തിന് നിലനിർത്തേണ്ടതിന്റെ ഒരു ആവശ്യം തന്നെയുണ്ട്. അതെ 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 അതെ. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ തലമുറയ്ക്ക് അതാണ് ഈ ഓണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ അവരുടെ മാനസിക അവസ്ഥ തന്നെ മാറിപ്പോയി. കാര്യം ഓണം എന്ന് പറഞ്ഞാൽ എന്തിനുള്ളതാണല്ലേ, എന്ത് ചെയ്യാൻ പറ്റുള്ളതാണെന്ന് പോലും ഇന്നത്തെ പല കുട്ടികൾക്കും അത് അറിയാൻ പറ്റാതെ പോകുന്നു. അതിൽ എനിക്കൊരു 100% ഒരു 99% നമ്മുടെ ആ ഒരു ഫാമിലി സെറ്റപ്പ് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാര്യം നമ്മുടെ കുടുംബത്തിൽ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലങ്ങളിലൊക്കെ, എന്റെ കുഞ്ഞുകാലങ്ങളിലൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കാര്യം ഓണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് ആ വീട്ടിലെ ആ ഒരു സന്തോഷ നിമിഷങ്ങളാണ് ഈ ഒരു 10 ദിവസം എന്ന് പറയുന്നത്. ഈ 10 ദിവസം പോകുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ജീവിതത്തിൽ എന്തോ നഷ്ടപ്പെട്ടു പോയൊരു ഫീലാണ്. പിന്നെ നമ്മൾ ഈ ഒരു സന്തോഷം കിട്ടാൻ വേണ്ടി നമ്മൾ അടുത്ത ഓണത്തിനെ കാത്തിരിക്കുകയാണ്. പക്ഷെ ഇന്നത്തെ ആ ഒരു തലമുറയ്ക്ക് അതിനെക്കുറിച്ച് അതിന്റെ ആ ഒരു ഗൗരവം അറിയാൻ പറ്റാതെ പോകുന്നു. അതിന്റെ ഒരു പകുതി ശതമാനത്തിലോളം നമ്മുടെ രക്ഷാകർത്താക്കൾ തന്നെ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അല്ലേ? രക്ഷകർത്താക്കൾക്ക് അതിന്റെ ഒരു ഉത്തരവാദിത്വം ഉണ്ട് യഥാർത്ഥത്തിൽ. കാര്യം അവരനുഭവിച്ചത് അവർക്കുള്ള അടുത്ത തലമുറയും അവർക്കും അത് പകർന്നു കൊടുക്കേണ്ട ഒരു ആവശ്യമാണ്. അല്ലാതെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഓണാഘോഷം വന്നാൽ തന്നെ അവർക്ക് എന്തോ ഒരു ദിവസം അങ്ങനെ കടന്നു പോകുന്നു. പ്രത്യേകിച്ച് ഓണക്കോടി അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വിരുന്നു പോക്ക്, അതൊക്കെ എന്തോ അവർക്കൊരു തമാശ പോലെ, അല്ലെങ്കിൽ ആ നിത്യജീവിതത്തിൽ ഇതൊന്നും വലിയ കാര്യമാണോ എന്നുള്ളത്. പക്ഷെ അതിന്റെ ഒരു ഗൃഹാതുരത്വം അനുഭവിച്ചവർക്ക് മാത്രമേ ഓണം അറിയാൻ പറ്റത്തുള്ളൂ. ഓണത്തിനോടൊരു സ്നേഹവും എന്ന് പറയുന്നത് അതേർത്ത് നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ തന്നെയുള്ള നമ്മുടെ കുടുംബ ബന്ധങ്ങളിലെ ആ ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കുന്നത് മാത്രമല്ല, സമൂഹത്തിലേക്ക് അത് പകർന്നു നൽകുക എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഈ പരിപാടികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ സ്കൂൾ ജീവിതമൊക്കെ കഴിഞ്ഞ് കുറച്ചു കാലം നമ്മുടെ ഈ പ്രായം ചെന്ന ആൾക്കാർക്കൊന്നും പലപ്പോഴും പല പരിപാടികളിലും ഒക്കെ അവർക്കൊരു പങ്കെടുക്കാനുള്ളൊരു പിന്നീട് അവർക്കൊരു നഷ്ടബോധം കാണും. അപ്പൊ ഇതിനൊക്കെ ഒരു അവസരം ഉണ്ടാവും. അപ്പം സ്വന്തം നമ്മുടെ സ്ഥലങ്ങളിൽ അങ്ങനെ ഒരു ഓപ്പൺ സ്റ്റേജിലൊക്കെ വന്ന് ഒരു പരിപാടി അവതരിപ്പിക്കുക. അപ്പൊ അത് സമൂഹം അത് ഏറ്റെടുക്കുക എന്നൊക്കെ പറയുമ്പം അത് പരസ്പരം ഇത്തരമുള്ള ഒരു ഉത്സവം എന്ന് പറയുന്നത് ഒരു ആഘോഷം, അല്ലെങ്കിൽ ഈ സ്നേഹത്തിന്റെ ഈ കൂട്ടായ്മ അത് നശിക്കാൻ പാടില്ല. അത് യഥാർത്ഥം നമ്മൾ തിരിച്ചു കൊണ്ടുവരേണ്ട കാര്യം തന്നെയാണ്. ഓണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമുക്ക് കല്യാണങ്ങളുടെ കാര്യം ഓർമ്മ വരുന്നത്. കാര്യം എന്റെ കുട്ടിക്കാലത്തുള്ള കാര്യങ്ങൾ എനിക്ക് ഇപ്പോഴും അറിയാം. കാര്യം കല്യാണത്തിനൊക്കെ തലേദിവസം ചിലപ്പോൾ 2 ദിവസം മുമ്പേ ഒക്കെ പോയിട്ട് അവിടെ തന്നെ പാചകവും ബഹളവും സദ്യ ഒരുക്കലും ഈ ഓണം പോലെ തന്നെ ഒരു ഭയങ്കര ആഘോഷമാണ്. അന്ന് പിന്നെ ഇനി എന്നാ കല്യാണം എന്ന് തിരക്കി നടക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നും അതും മൊത്തത്തിൽ ഇപ്പോഴും മാറിപ്പോയി അല്ലേ? അതൊക്കെ മാറി. ഇപ്പൊ ലിവിങ് ടുഗദർ എന്നൊക്കെ പറഞ്ഞ് ഒരു സമൂഹം ഇങ്ങനെ അതിനുവേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുക. നിയമത്തിന് പോലും, കോടതി പോലും അതിനൊരു എന്ത് ന്യായീകരണം കൊടുക്കുമെന്നുള്ളത് കോടതി പോലും ഇപ്പം ഒരു ചോദ്യചിഹ്നമായിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു നാൾ മുമ്പ് ഒരു ചുംബന സമരം എന്നൊക്കെ പറഞ്ഞ് കുറച്ചുപേര് ഇറങ്ങിത്തിരിച്ച് സമൂഹത്തിൽ അരാജകത്വം സൃഷ്ടിച്ചതല്ല. അല്ലാതെ അതിനകത്തൊരു സാമൂഹിക മാറ്റമൊന്നും അതിനകത്ത് കൊണ്ടുവരാൻ പറ്റില്ല. അത് തെറ്റിയാൻ വേണ്ടി ചിലക്ക് ഈ സമൂഹത്തിലെ ഇടയിലേക്ക് നുഴഞ്ഞു കയറി ചില സ്വകാര്യമായ തെറ്റുകൾക്ക് അവർക്ക് സമൂഹത്തിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങാനുള്ളതെന്ന് ഞാൻ പറയുന്നുള്ളൂ. അല്ലാതെ ഇപ്പം ഇത്തരത്തിലുള്ള പ്രവണതകൾ കൊണ്ട് എന്താണ് സമൂഹത്തിന് എന്തൊരു ആദർശമാണ്, എന്ത് സംഭാവനയാണ് വേണ്ടി സമൂഹത്തിന് ഒന്നും അതിനകത്ത് ഒന്നും കൊടുത്തിട്ടില്ല. ഏതോ പാശ്ചാത്യർ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്നത് നമ്മുടെ സംസ്കാരത്തിൽ വന്ന് കുഴച്ചു മറിച്ചുകൊണ്ട് നമ്മുടെ സംസ്കാരത്തെ നശിപ്പിക്കുക എന്നുള്ളതല്ലാതെ അതൊന്നും നമുക്ക് അത് ദോഷമേ ചെയ്തിട്ടുള്ളൂ. ഇത്തരത്തിലുള്ള പരിപാടികൾക്കാണെങ്കിൽ യുവാക്കൾ വളരെ പെട്ടെന്ന് കടന്നു വരുന്നു. പക്ഷെ നമ്മൾ ഈ പറയണക്ക് നാട്ടിലെ നന്മ നിറഞ്ഞ ഈ ഓണാഘോഷം അങ്ങനെയുള്ള പരിപാടികൾക്കൊന്നും പിന്നെ ആളുകൾക്ക് കൂടാൻ വയ്യ. ഇത്തരത്തിലുള്ള ഈ തെറ്റായ ചില രീതികളിലേക്ക് യുവാക്കൾ മനസ്സിലാവുന്നില്ല. എങ്കിലാണെങ്കിൽ സോഷ്യൽ മീഡിയകളിലൊക്കെ യുവാക്കളുടെയൊക്കെ പല കമന്റുകളും ഒക്കെ എന്ന് പറയുന്നത് പിന്നെ എല്ലാ സിനിമയായാലും നാടകമായാലും കവിതകളായാലും എല്ലാവരും വളരെ നന്നായിട്ട് വിലയിരുത്തുന്നുണ്ട്. പക്ഷെ അത് സോഷ്യൽ മീഡിയയിൽ മാത്രം അങ്ങ് ഒതുങ്ങി പോവുകയാണ്. ജീവിതത്തിലോട്ട് വരുന്നില്ല. ഇപ്പൊ തന്നെ ഞാനിപ്പം ഒരു കാര്യം കൂടെ പറയാലോ. ഇപ്പം സിനിമ തന്നെ എന്തൊരു മാറ്റമാണ് സിനിമയ്ക്ക് ഉണ്ടായത്. ഒരു കാലഘട്ടത്തിൽ വെറും കൊമേഴ്ഷ്യലായിട്ട് മാത്രം ഇറങ്ങിയ സിനിമകൾ എന്ന് മാറി.
അതെ, ഇന്ന് സമൂഹത്തില് നായകനും നായിക അല്ലെങ്കിൽ വില്ലൻ അത്തരത്തിലുള്ള കഥാപാത്രം എല്ലാവരും നായകരാണ്. ഒരു തരത്തിൽ ഒരു ഈ പറയുന്നവരിൽ പലരും വില്ലന്മാരുമാണ്. അപ്പം അത് കഥയിൽ ഇപ്പം അങ്ങനെ ഇപ്പം ദിലീഷ് പോത്തൻ, പിന്നെ ആഷിഖ് കപൂർ, മഹേഷ് നാരായണൻ, അങ്ങനെ ഒട്ടേറെ പുതിയ സംവിധായകരുടെ സിനിമകൾ അത് ഉണ്ടാക്കുന്ന ഒരു മാറ്റം ഭയങ്കരമാണ് യഥാർത്ഥത്തിൽ. അത് ചിലരതിനെ കുറ്റം പറയുന്നു. പക്ഷെ അത് ഞാൻ ഈ നവീകരണം ഉണ്ടായെങ്കിൽ സിനിമയിൽ വലിയ നവീകരണം ഉണ്ടായിട്ടുണ്ട്. പിന്നെ നാടകങ്ങൾ പണ്ടേ നവീകരിക്കപ്പെട്ടു കഴിഞ്ഞു. അപ്പൊ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമയിൽ ഇന്നിപ്പം ശ്രദ്ധ ആകർഷിക്കുന്ന സിനിമകൾ എന്ന് പറയുന്നത് മലയാളത്തിലാണ്. പണ്ട് ഭരതനും പത്മരാജനും ഒക്കെ തുടങ്ങി വെച്ച ആ നവസിനിമയെ ഇന്ന് കുറെ തലമുറ ഏറ്റെടുക്കുന്നുണ്ട്. പക്ഷെ അതിനെ നശിപ്പിക്കാൻ വേണ്ടി മറ്റൊരു ചില ഡബ്ബിംഗ് സിനിമകൾ ഇന്ത്യയിൽ തന്നെ ഉണ്ടാകുന്നുണ്ട്. അത് മലയാളത്തിൽ ഇറങ്ങി നമ്മുടെ മലയാളികളുടെ നല്ല ബോധത്തെ നശിപ്പിക്കാനുള്ളത്. അതവർക്കും കച്ചവട മനോഭാവമാണ്, ബിസിനസ്സാണ്. പക്ഷെ അതിനെ നമ്മൾ ചെറുക്കേണ്ടതുണ്ട്. നമ്മുടെ ഇപ്പൊ തന്നെ നമുക്ക് 2018 എന്ന സിനിമ ഇറങ്ങി, വളരെ ചർച്ച ചെയ്യപ്പെട്ടൊരു പടമാണത്. ഇത്തരം സിനിമകൾ വളരെ വൺ ബഡ്ജറ്റിൽ ഇറങ്ങിയ സിനിമയാണ്. ഈ സിനിമയെ കേരളം ഏറ്റെടുത്തു എന്നുള്ളതാണ്. അത് പക്ഷെ ഇതാണ് നമ്മുടെ നമ്മൾ കേരളം എന്ന് പറയുമ്പോൾ ഇത്തരത്തിലൊരു കൂട്ടായ്മയാണ് വേണ്ടത്. സമൂഹത്തിന് ഗുണങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ സമൂഹത്തെ ഉറ്റുനോക്കുന്ന പ്രശ്നങ്ങളെ, സമകാലിക വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള ചലച്ചിത്രങ്ങൾ. അതിനുവേണ്ടി നമ്മൾ ബഡ്ജറ്റ് കൂട്ടി അതിന് സിനിമ എടുത്താലും അതിന് ചർച്ച ചെയ്യപ്പെടും, ചരിത്രത്തിലൊന്നും. അതിനുവേണ്ടി മലയാളികൾ അത്തരം കാഴ്ചപ്പാടുകളിലേക്കും മലയാളി ഇറങ്ങി ചെല്ലണം. അല്ലാതെ ഏതെങ്കിലും കച്ചവട മനോഭാവമായിട്ട് എന്തെങ്കിലുമൊക്കെ പൈസയും തട്ടിക്കൊണ്ടു പോകാന്ന് പറഞ്ഞ് അതിനോട് നമ്മൾ യോജിക്കുന്നില്ല. അപ്പൊ ഈ സിനിമയെ എനിക്ക് വളരെ ഇപ്പം അടുത്ത കാലത്ത് ഉണ്ടാകുന്ന സിനിമയിലെ മാറ്റം വളരെ നല്ല മാറ്റം. പക്ഷെ ഇനി അത്തരത്തിലുള്ള പല കാര്യങ്ങളിലും ഇത്തരത്തിൽ മാറ്റങ്ങൾ കടന്നു വരണം. പിന്നെ അതാണ് നമ്മുടെ തന്നെ ഈ കലാരൂപങ്ങൾ ഇപ്പം പലപ്പോഴും പെട്ടെന്ന് തിയേറ്ററുകളിൽ നിന്നും പിന്നെ OTT റിലീസിലേക്ക് ഒക്കെ പോയി അങ്ങനെയൊക്കെ എന്തൊക്കെ ചില വിഷയങ്ങളുണ്ടാകും. പക്ഷെ അതും മാറണം. നല്ല സിനിമകളെ സമൂഹം ഏറ്റെടുക്കണം. അതിനെ നമ്മൾ ഒരു കൂട്ടായ്മ ഉണ്ടാവണം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതെല്ലാം മാറ്റം വന്നിരുന്നാൽ പോലും നമ്മൾ മാറ്റം വരണ്ടാത്തത് ഒരു കാര്യത്തിൽ മാത്രമാണ്, നമ്മുടെ കുടുംബത്തില്, അല്ലെ? കുടുംബത്തിന്റെ നമ്മുടെ നട്ടല്ല എന്ന് പറയുന്നത് കുടുംബജീവിതം ആണല്ലേ. കുടുംബജീവിതത്തില് നമ്മൾ ഈ പറയുന്നെങ്കിലും പ്രത്യേകിച്ച് മുതിർന്നവരോടുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ പ്രായഭേദമന്യേ എല്ലാവരും പരസ്പരം സ്നേഹം ഉണ്ടായിരിക്കണം, പരസ്പരം വിട്ടുവീഴ്ചകൾ, അത് എല്ലാം അതിന് പരസ്പരം അംഗീകരിക്കാനുള്ളൊരു ബാധ്യത നമുക്കുണ്ട്. കുടുംബം തന്നെയാണ് അതിന്റെ നട്ടല്. അപ്പൊ അത് നമുക്ക് ആ കുടുംബം എന്ന് പറയുന്നത് സമൂഹത്തിന് കൊടുക്കാവുന്നൊരു ചൂണ്ടിക്കാട്ടാവുന്ന നല്ല കാര്യങ്ങൾ. അതെ. ഇപ്പൊ എനിക്ക് തോന്നുന്നു എന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കുടുംബം എന്ന് പറഞ്ഞാൽ തന്നെ കൂടുമ്പോൾ ഇമ്പമുള്ളതാണല്ലോ കുടുംബം. കുടുംബമുള്ളതാണ് അല്ലെ? പക്ഷെ ഇപ്പൊ തിരിച്ചാണ്, അല്ലെ? കൂടുമ്പോൾ ഭയങ്കര അസ്വസ്ഥതയുള്ളതാണ് കുടുംബം എന്ന് പറയേണ്ടിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കൂടാനൊരു മടിയാണ് ഇപ്പൊ കുടുംബത്തിൽ. അതെ, അത് എല്ലാവരും പക്ഷെ അതില് പകുതി ശതമാനം നമ്മളെ ഓരോ തിരക്കുകളായിരിക്കാം. അച്ഛനും അമ്മയും രാവിലെ ജോലിക്ക് പോകുന്നു, വൈകിട്ട് വീട്ടിൽ വരുന്നു, കുട്ടികൾക്ക് സ്കൂളിൽ പോകണം, രാവിലെ 7 മണിക്കോ 6 മണിക്ക് സ്കൂളിൽ പോയി ട്യൂഷനും പോയി സ്കൂളിലൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് കയറുന്നത് ഒരു സമയമായിരിക്കും. അപ്പൊ എല്ലാവരും വൈകിട്ട് വരുന്ന ഒരു അവസ്ഥ പറഞ്ഞാൽ എല്ലാവരും വളരെ ക്ഷീണിതരായിട്ടായിരിക്കും. അപ്പോൾ അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നില്ല. അച്ഛന് അമ്മയുമായിട്ടുള്ള ഒരു കണക്ഷൻസ് ഉണ്ടാവുന്നില്ല, അമ്മയും മക്കളുമായിട്ടൊരു കണക്ഷൻസ് ഉണ്ടാവുന്നില്ല, മക്കൾക്ക് അമ്മയും അച്ഛനുമായിട്ട് കണക്ഷൻസ് ഉണ്ടാവുന്നില്ല. എല്ലാവരും വിഭിന്ന തോണികൾ സഞ്ചരിക്കുന്ന യാത്രക്കാരെ പോലെ ആയി പോകുന്നു, അല്ലെ? വീണ്ടും രാവിലെ ഇത് തന്നെ വീണ്ടും സംഭവിക്കുന്നു. എല്ലാവരും പല തോണിയിൽ കയറുന്നു, പല സ്ഥലങ്ങളിലേക്ക് യാത്രയാകുന്നു, എവിടുന്നോ ഒക്കെ പോയി വീണ്ടും ഒരു സ്ഥലത്തേക്ക് വീണ്ടും വന്നു ചേരുന്നു. ഇത് ആവർത്തിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഇതിന്റെ ഈ യാത്രക്കിടയിലുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഒന്നും ചർച്ച ചെയ്യപ്പെടാനുള്ള ഒരു അവസരം ഒരുങ്ങുന്നില്ല. അതാണ് ഈ സമൂഹത്തിലുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം. അത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. അതെ. ഏതായാലും ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. വിശേഷങ്ങൾ ഇനിയും പറയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്, അല്ലേ? അപ്പൊ ഏതായാലും നമ്മുടെ സമയത്തിന്റെ ഒരു പരിമിതി മൂലം നമ്മൾ തൽക്കാലം ഇതുവരെ നമ്മൾ ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഒരായിരം നന്ദി, സ്നേഹം. അതോടൊപ്പം നമ്മളോടൊപ്പം ഇത്ര നേരം വിശേഷങ്ങൾ പങ്കിട്ട മഹേഷ്, അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും എല്ലാം സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. എനിക്ക് ഈ പരിപാടിയിൽ എന്നെ ക്ഷണിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. എനിക്ക് അറിയാവുന്ന ചില കാര്യങ്ങൾ ഞാൻ മനസ്സിൽ ഉള്ളത് പറഞ്ഞു. അത്
അതിന് ഒരു നന്മ മാത്രമേ അതിനകത്ത് വിചാരിച്ചിട്ടുള്ളൂ. അത് പ്രത്യേകിച്ച് നമ്മൾ ഇത്ര നാളത്തെ നമ്മുടെ ജീവിത യാത്രയിൽ നമുക്ക് ഇത്തരമൊരു അവസരം വന്നപ്പോൾ അത് പറഞ്ഞു. ഇനിയും ഇത്തരം ഒരു അവസരം ഉണ്ടാകുമ്പോൾ നമുക്ക് അറിയാവുന്ന കുറേ കാര്യങ്ങൾ സമൂഹമായിട്ട് പങ്കുവെക്കണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം സാധിച്ചു തന്നതിന് വളരെ നന്ദിയുണ്ട്. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് ജീവിതയാത്രയിലൂടെ. തയ്യാറാക്കി അവതരിപ്പിച്ചത് സുരേഷ് പെരിനാട്.